കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ലഞ്ചാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. പിന്നെ കയപ്പയും സാമ്പാറും ഒക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്. നമ്മളൊരു സബ്ജി ഉണ്ടാക്കുന്നത് കേട്ടോ. ഹിന്ദിക്കാരുടെ മെയിനായിട്ടുള്ളൊരു ഇതാണ്. പർവൽ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ കോവയ്ക്ക പോലെ ഉണ്ടാവും, കണ്ടാൽ കോവയ്ക്കേൻ്റെ കുറച്ചൊരു വലിപ്പമുണ്ട്. പിന്നെ ഇത് കാട്ടുപടവൽ എന്നാണ് തോന്നുന്നു പറയുന്നത്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ ഒന്ന് വെള്ളത്തിലിടുകയാണേ. നമുക്ക് ആദ്യം കയപ്പേൻ്റെ ഉപ്പേരി ഉണ്ടാക്കാം. കയപ്പ അങ്ങനെ അരിഞ്ഞെടുക്കുക. കയപ്പ ഇവിടെ ഞാനും എൻ്റെ കെട്ടിയവരും മാത്രം കഴിക്കുന്നുണ്ട്. തന്നെ അധികം ആർഭാടങ്ങളോടുകൂടി ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പാത്രത്തിലേക്ക് കയപ്പ ഇട്ട് കൊടുക്കുന്നത്, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ വേവിക്കും. അപ്പോൾ വെന്ത് ലാസ്റ്റ് വരുമ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ വലിയുള്ളിയോ ചെറിയുള്ളിയോ അതേതായാലും അതും കൂടെ എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ വെളിച്ചെണ്ണ മുകളിൽ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ ഉപ്പേരി സെറ്റ്. ഇനി നമുക്ക് സബ്ജി ഉണ്ടാക്കാം. ആ പർവലിൻ്റെ സബ്ജി അല്ലെങ്കിൽ കാട്ടുപടവൽ എന്തെന്നാ അതിൻ്റെ ശരിക്കുള്ള പേര് എന്നുള്ളത് അറിയാത്തതുകൊണ്ടാട്ടോ പർവൽ എന്ന് ഹിന്ദിക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കടുകെണ്ണയാണ് എടുത്ത് ഒരു പാത്രം വെച്ചിട്ട് ആദ്യം കടുകെണ്ണ ഒഴിച്ചു. ഇത് ചെറുതായിട്ടോ നീളത്തിലോ എങ്ങനെ വേണേ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എണ്ണയിലോട്ട് ജീരകവും ഗ്രാമ്പൂ കറുവപ്പട്ട ഏലക്കായ് കുരുമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് അയമോദവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലിട്ട് വാട്ടിയെടുക്കണം. പിന്നെ അതിലേക്ക് നമുക്ക് തക്കാളി ഇതൊരു ഗ്രേവി പോലെ വേണമെങ്കിൽ നമുക്ക് തക്കാളി അരച്ചിട്ടിടാം. പക്ഷെ ഞാനിവിടെ ചോറിന് കൂട്ടേണ്ടതാണ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അരയ്ക്കുന്നില്ല, ആ പാട് തന്നെയാണ് ഇടുന്നത്. പിന്നെ വലിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പം അതിലേക്ക് നമ്മൾ പച്ചമുളകും തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് പിന്നെ മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് മല്ലിപ്പൊടി ഗരം മസാലയൊക്കെ ഇട്ടെടുക്കും. അത് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച വറുത്ത് കോരി വെച്ചിക്കില്ലേ പർവൽ, അതും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തോലൊക്കെ മാറ്റി കേട്ടോ. അതും കൂടെ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പർവലിൻ്റെ സബ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണിത്. അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഇതൊരു സിമ്പിൾ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല കേട്ടോ. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമുക്കത് വേറെ വേവിക്കേണ്ടി വരും. ഇവിടെ ഞാൻ ആദ്യം തന്നെ വെണ്ട കട്ട് ചെയ്ത് ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ചൂടായതിന് ശേഷം ആദ്യം വെണ്ട വാട്ടാനായിട്ട് അതിലേക്ക് ഇടുകയാണേ. വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ ഞാൻ വെണ്ട മാറ്റി വെക്കലുണ്ട്. ഇപ്പോൾ വലിയ കഷ്ണങ്ങൾ ആകെ ഒരു ചേന മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് വേവേണ്ടതുകൊണ്ട് തന്നെ കനം കുറഞ്ഞ് അരിഞ്ഞുകയും ചെയ്തിരിക്കുക. അപ്പോൾ വെണ്ടേൻ്റെ കൂടെ തന്നെ അതങ്ങ് വെന്തോളൂ കേട്ടോ. അപ്പോൾ വെണ്ട വാടിയതിന് ശേഷം ബാക്കി കഷ്ണങ്ങളൊക്കെ അതിലേക്കിട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതും കൂടെ ഇട്ടിട്ട് പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. മസാലേൻ്റെ മണം പോകുന്നവരെ നന്നായിട്ട് ഇളക്കി വാട്ടിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പുളിവെള്ളം നേരത്തെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട്, പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ മറ്റൊരടുപ്പിൽ പരിപ്പും വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് പരിപ്പ് വെന്തിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, വെന്ത കഷ്ണത്തിലേക്ക് പരിപ്പും നമ്മളെ സാമ്പാർ പൊടിയില്ലേ, അപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. അതിൽ കുറച്ചധികം കായം ചേർത്തുകൊണ്ട് തന്നെ സാമ്പാറിൽ വേറെ കായം ഞാൻ ചേർത്തിക്കില്ല കേട്ടോ. പരിപ്പിൽ സാമ്പാർ പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ സാമ്പാർ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ നമുക്ക് സാമ്പാറിൻ്റെ പണി. ഇനി മല്ലിയിലയും കൂടി കറിവേപ്പിലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഒരു കുഞ്ഞു വറവ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം വാട്ടി വെച്ചത് കൊണ്ട് തന്നെ വളരെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക്, അതായത് ഒരു പാത്രം വെച്ച എണ്ണ ചൂടായ ശേഷം അതിലേക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിക്കുക. പിന്നെ കുറച്ച് കടുകും വറ്റൽമുളകും ഇടുക. എന്നിട്ട് നമുക്ക് ഇത് വറവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്ത പണി എന്ന് പറയുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് തൈര് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഇതൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്താൽ കഴുകി മാറ്റി വെച്ച ചിക്കൻ്റെ പീസ് എടുത്ത് അതിലേക്ക് നന്നായിട്ട് പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫ്രയർ വാങ്ങിയിട്ട് 2 ദിവസം ആയിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ചിക്കൻ ഫ്രൈ ചെയ്യാൻ നല്ല ഉഷാറാണ്. കാരണം പെട്ടെന്ന് നമുക്ക് എണ്ണയൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള കഷ്ണം മാത്രം എടുത്ത് ബാക്കി അങ്ങോട്ട് കറിക്കുള്ളത് ഇപ്പോൾ ചെയ്യുന്നില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ല മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രയറിലോട്ട് ഇട്ട് ഇതിൻ്റെ സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പർവലിൻ്റെ സബ്ജി ചോറ് സാമ്പാർ പിന്നെ ചിക്കൻ ഫ്രൈ പിന്നെ കയപ്പേൻ്റെ ഉപ്പേരി പിന്നെ കുറച്ച് തൈര് എല്ലാത്തിൻ്റെയും കൂടെ തൈര് കഴിക്കുക എന്നുള്ളത് ഒരു ശീലമായിപ്പോയി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക.